ഹലോ ഗൈസ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ ഫസ്റ്റ് വ്ലോഗ് വീഡിയോ ആണ് കേട്ടോ ഇത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്, എൻ്റെ മോൻ്റെ ആനുവൽ ഡേ ആണ്. അപ്പം അതിൻ്റെ വീഡിയോസ് ഒക്കെ കൂടെ എടുത്ത് ഒരു കൊച്ചു വ്ലോഗ് ചെയ്യാനുള്ള പ്ലാനിലാണ് ഞാൻ ഇരിക്കുന്നത്. ഇപ്പൊ സമയം ഏകദേശം ഒരു 11:30-12 മണി ആവാറായിട്ടുണ്ട്. അപ്പൊ 2:15 അവരവിടെ എത്തിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർക്ക് മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതുകൊണ്ട് 2 മണി 2:15 അവരവിടെ എത്തിക്കണം. അപ്പൊ അതിനുള്ള പരിപാടികളൊക്കെ നോക്കട്ടെ. അങ്ങനെ കഴിച്ച് നമ്മളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. 2:15 മിട്ടുവിന് സ്കൂളിൽ എത്തിക്കണം. മിട്ടുവിൻ്റെ ഡേ ആയതുകൊണ്ടായിരിക്കും ഭയങ്കര ദൂരത്തിലിരിക്കേണ്ടത്. എനിക്കൊന്നും കേൾക്കണ്ട, ആ ഒരു ഇതിലാണ് നിൽക്കുന്നത്. ഞങ്ങളത് ആറ്റിയൽ കോവിലിൻ്റെ അവിടെയാണ് പോയത്. ആറ്റിയൽ പൊങ്കാലയൊക്കെ വരുന്നത് കൊണ്ട് നല്ല രീതിയിൽ അവർ എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ സ്കൂളെത്തി. ഗവൺമെൻറ് TTA മണക്കാടാണ് മിട്ടു പഠിക്കുന്നത്. ഞങ്ങൾ നേരെ ക്ലാസ് റൂമിൽ കൊണ്ടാക്കിയിട്ട് ഞങ്ങളങ്ങ് പോകുന്നു. നമ്മളവിടെ നിൽക്കേണ്ട കാര്യമില്ല, ബാക്കിയെല്ലാം ടീച്ചർമാർ നോക്കിക്കോളും. അങ്ങനെ നമ്മൾ പോയിട്ട് ഒരു 5 മണി 5:30 ആകുമ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു 5 മണി 5:30 ആയപ്പോഴത്തേന് വന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയ രീതിയിൽ പ്രസംഗങ്ങളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. മിടുക്കികളായിട്ടുള്ള നമ്മളെ പിള്ളേർ അവർക്ക് പറ്റുന്ന പോലെ ഡാൻസും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. സ്കൂൾ ലീഡറാണ് കേട്ടോ ഈ പ്രസംഗിക്കുന്ന ഈ മോള്. അതിനുശേഷം ചീഫ് ഗസ്റ്റായിട്ട് വന്നത് നമ്മുടെ ഫ്ലവേഴ്സിലെ കോമഡി ഉത്സവത്തിലും അതുപോലെ തന്നെ നമ്മുടെ കൈരളി TV-യിലൊക്കെ സിംഗർ പ്രോഗ്രാമിലൊക്കെ അവതരിപ്പിച്ച സുരേഷ് കല്യാണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളായിരുന്നു കേട്ടോ വന്നത്. നല്ല രീതിയിൽ പാട്ടൊക്കെ പാടി അടിപൊളിയായി. പിന്നെ ഫസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു ഈ മക്കളുടേത്. അത് അടിപൊളിയായിരുന്നു. കാണാനും കേൾക്കാനും എന്താ പറയുക, കണ്ടുകൊണ്ടിരിക്കാനൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. അതിനുശേഷം വന്ന പിള്ളേരെ പറയുകയാണെങ്കിൽ ഇവരാണ് നമ്മളെ ഇവിടുത്തെ സ്കൂളിൽ നിന്ന് കലോത്സവത്തിന് പോയിട്ട് ഫസ്റ്റ് നേടിയ ഒരു ഡാൻസാണ് അവർ ഈ ആനുവൽ ഡേക്ക് കളിച്ചത്. ഇങ്ങനെ ഫസ്റ്റ് നേടാതിരിക്കുമല്ലേ, അത്രയ്ക്ക് മനോഹരമായിട്ട് അവർ ഡാൻസ് കളിക്കണല്ലേ, എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ. അവർ ആ ഒരു കോർഡിനേഷനും എല്ലാം കണ്ടില്ലേ, നല്ല പെർഫോമൻസ് ആയിരുന്നു. കണ്ടുകൊണ്ടിരിക്കാൻ തോന്നിയിട്ടാ, അത്രയ്ക്ക് നല്ല പെർഫോമൻസ്. ആ കോസ്റ്റ്യൂമൊക്കെ നോക്കാൻ എന്ത് ഭംഗിയാ, നല്ല ഭംഗിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഭയങ്കരമായിട്ട്. ഡാൻസും ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് വന്നത് നമ്മളെ ഇതെന്ന് പറഞ്ഞാൽ സെക്ഷൻ ആയിട്ടുള്ളൊരു ഡാൻസ് ആയിരുന്നു കേട്ടോ. 1 by 1 അങ്ങനെ 4 സെക്ഷനായിരുന്നു. ഇത് നമ്മളുടെ ജില്ലയുണ്ടല്ലോ, 14 ജില്ലകളെ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ട് അവർ ഒരു സോങ്ങാണ് കേട്ടോ കളിച്ചത്. 4 സെക്ഷനും അടിപൊളിയായിരുന്നു കേട്ടോ. ഒരാളെയും അങ്ങനെ എന്താ പറയുക, മോശം എന്ന് പറയാനില്ല. എല്ലാ മക്കളും നല്ലപോലെ കളിച്ചില്ലേ. ഈ പ്രായത്തിൽ നമ്മളൊക്കെ എന്താ ചെയ്തുകൊണ്ടിരുന്നത്, ഇവരിപ്പോഴും ഇത്രയെങ്കിലും ചെയ്യുന്നില്ലല്ലേ. നല്ല ഭംഗിയായിട്ട് കളിച്ചു. ഈ മക്കൾ ഇടുക്കീനെ കുറിച്ച് എന്തുവാണ്ട കളിച്ചത്, ഇടുക്കി ജില്ലേനെ കുറിച്ചിട്ടുള്ളൊരു പാട്ടായിരുന്നു. അടുത്ത മക്കൾ കോഴിക്കോടിനെ കുറിച്ചിട്ട് എന്തുവാണ്ട കളിച്ചത്. ഡാൻസ് കണ്ട എല്ലാ പിള്ളേരുടെയും കോസ്റ്റ്യൂമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. കോസ്റ്റ്യൂം സെലക്ട് ചെയ്ത ആരാണെങ്കിലും അടിപൊളിയായിരുന്നു. അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ UKG-യിലെ കുട്ടികളുടെ ഡാൻസ് ആയിരുന്നു കേട്ടോ. ആ മിടുക്കി കുട്ടികൾ നല്ല രീതിയിൽ ഡാൻസ് കളിച്ചു. കേരനിരകളാടും എന്ന് പറഞ്ഞിട്ടുള്ള ഡാൻസ് ആയിരുന്നു. ഞാൻ വെയിറ്റ് ചെയ്യുന്നത് മിട്ടുവിൻ്റെ ഡാൻസിന് വേണ്ടിയായിരുന്നു കേട്ടോ. ഇത് എപ്പോഴാണ് തുടങ്ങണമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇരുന്നത്. അതെന്താ ഈ മക്കളുടെ ഡാൻസ് അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഇപ്പം തുടങ്ങുമെന്ന് ആലോചിച്ചിരുന്നിരുന്നിരുന്ന് അവസാനം എന്താ നമ്മുടെ മിട്ടുവിൻ്റെ ഡാൻസ് എത്താറായി. ഇതാണ്ട് മിട്ടുവിൻ്റെ ഡാൻസ്. മിട്ടുവും ടീമും തകർത്ത് കളിച്ചൊരു പെർഫോമൻസ് ആയിരുന്നു ഇത്. ഞാൻ വീട്ടിൽ വന്നപ്പോൾ അവരോട് ചോദിച്ചേടാ, മിട്ടു ഇത്രയും ഡാൻസ് കളിക്കുവാടാ മിട്ടു, ഞാൻ പാട്ടിട്ട് തരട്ടെ മിട്ടു, നീ എന്നെ ഒന്ന് കളിച്ച് കാണിച്ച് തരാൻ പറഞ്ഞപ്പോൾ അവൻ പറയും എനിക്കിവിടെ കളിക്കാൻ പറ്റൂല, ഞാൻ സ്റ്റേജിലേ കളിക്കുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ പേടിച്ചു പോയി. കാരണം സ്റ്റേജിൽ ഇവൻ കളിക്കൂ ഇല്ലേ, ചമ്മലാണ് ഇവന് ആകെ. പക്ഷെ സ്റ്റേജിൽ പോയി കണ്ടപ്പോഴത്തേനും എനിക്ക് ശരിക്കും പറഞ്ഞാൽ സങ്കടമാണ് വന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൊക്കെ നിറഞ്ഞ പറയുന്നു. ഇത്രയും ഭംഗിയായിട്ട് അവൻ കളിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. സ്റ്റേജിൽ ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ അവൻ അങ്ങനെ കളിക്കൂല. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കളിച്ചത് തന്നെ. അതുകൊണ്ട് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, അവൻ അതൊക്കെ ഒരുപാട് സന്തോഷം തോന്നിയിട്ട് അവൻ്റെ ഈ ഒരു ഡാൻസ് കണ്ടപ്പോഴത്തേനും. എനിക്ക് നല്ലപോലെ കളിച്ചു. അവൻ മാത്രമല്ല കേട്ടോ, എല്ലാ കുട്ടികളും നല്ലപോലെ കളിച്ച്, എല്ലാവരും നല്ലപോലെ കളിച്ച്. എന്താ പറയുക, ഒന്നിനൊന്ന് മികച്ച പെർഫോമൻസ് ആയിരുന്നു ഇതുവരെ കളിച്ച എല്ലാ ഡാൻസും. എല്ലാ മക്കളും നല്ല പെർഫോമൻസ് ആയിരുന്നു. എല്ലാ ടീച്ചർമാരുടെ ആ ഒരു ഇതാണ് കേട്ടോ. ഇത്രയും കുട്ടികളെ ഇത്രയും ചെറുപ്പത്തിലെ തന്നെ, ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയും ഡാൻസൊക്കെ പഠിപ്പിച്ചെടുത്തില്ലേ, അവരുടെ ക്ഷമ. ഇവർ 3 ഡാൻസാണ് കേട്ടോ കളിച്ചത്. നമ്മുടെ ലാലേട്ടൻ്റെ പൂവേ പൂവേ പാലപ്പൂവേ സോങ്ങും, പിന്നെ കൊച്ചു പൂമ്പാറ്റി, പിന്നെ ബട്ടർഫ്ലൈൻ്റെ ഒരു സോങ്ങുമാണ് ഇവർ കളിച്ചത്. 3 ഡാൻസ് ഉണ്ടായിരുന്നു. പിന്നെ പറയുകയാണെങ്കിൽ നമ്മൾ അധികം ഒന്നും നിൽക്കാനൊന്നും നിന്നില്ല കേട്ടോ. കാരണം അവൻ്റെ പെർഫോമൻസ് കഴിഞ്ഞ് മക്കളെ വിളിച്ചുകൊണ്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവൻ്റെ പെർഫോമൻസ് കഴിഞ്ഞ ഉടനെ നമ്മൾ അവനെ വിളിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാനും മറക്കല്ലേ.